അവിടുന്ന് സഹായിക്കണമേ. എല്ലാ നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മഹത്വം എല്ലാം അവിടുന്ന് എടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരൻ ചാണ്ടപ്പിള്ളയെ പ്രിയ ബേബക്കുട്ടി പരിചയപ്പെടുത്തി കഴിഞ്ഞെങ്കിലും ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു വാക്കിൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഒരുപോലെ കർത്താവിൻ്റെ വേലയിൽ വളരെ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന ഒരു ദൈവദാസനാണ്. വളരെ പ്രശസ്തനായ ഒരു വാഗ്മിയാണ്. മാത്രമല്ല, പ്രിയ തോമസ് ജോൺ ഓർപ്പിച്ചതുപോലെ TV പൗർഷ്യൻ ചാനലിൽ ദൈവവചനം എല്ലാ ആഴ്ചയും പ്രഘോഷിക്കുന്ന മഹൽ വ്യക്തിയാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ടവനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എടുത്തുപയോഗിച്ച കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമാകണം ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ, പ്രിയ ദൈവജനമേ, നാം രാജാതിരാജന്റെ സന്നിധിയിലാണോ? ആത്മീക ശുശ്രൂഷയിലാണോ? തീജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ സന്നിധിയിലാണോ? ആ ബോധ്യം നമ്മെ ഭരിക്കട്ടെ. ശുശ്രൂഷ കഴിയാതെ പ്രാർത്ഥിച്ചാസ്യത പറയാ ദേവി ഏതോ ഇന്ന് ആരും എഴുന്നേക്കരുതെന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ പ്രിയ സഹോദരനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി സ്റ്റേജിലേക്ക് ആഹ്വാനം ചെയ്തോളും. പത്തനംതിട്ടയിലും പരിസരങ്ങളിലുമുള്ള ബ്രദറൻ സഭകളുടെ ചുമതലയിലും ബ്രദറൻ സഭകളിലെ യുവജന സംഘടനയായ YMEF-ന്റെ ചുമതലയിലും ഈ 3 രാത്രികളിലായി മ്യൂസിക് ഫെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സുവിശേഷ യോഗങ്ങളിൽ ഒടുവിലത്തെ രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ഒരവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് അവസരം തന്ന ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ ബ്രദറൻ സഭകളോടും ചുമതലപ്പെട്ടവരോടും പ്രത്യേകിച്ച് മ്യൂസിക് ഫെസ്റ്റിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവവചന പ്രഘോഷണം ശ്രവിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ മൈക്കിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ആധുനിക ടെക്നോളജിയുടെ സഹായത്താൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വാക്കുകളെ ശ്രവിക്കുന്ന ബഹുമാന്യരായ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ആലോചനയ്ക്കായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം.
ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? കരയുന്ന പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകനായ യെരമ്യാവ് ദൈവത്തിൻ്റെ ജനമെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീയ അധപ്പതനത്തെ ദർശിച്ചുകൊണ്ട് അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള മാർഗം അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു ചോദിക്കുന്ന അനുഗ്രഹീതമായ 3 ചോദ്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ വിചിന്തനത്തിന് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഈ 3 ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും വളരെ വേഗത്തിൽ നിങ്ങളുടെ മുൻപാകെ ഓർപ്പിച്ചുകൊണ്ട് സമയപരിധിക്കുള്ളിൽ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു തുറക്കപ്പെട്ട സ്വർഗം ഇന്ന് രാത്രിയിൽ നമുക്ക് മീരെയുണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു തുറക്കപ്പെട്ട വചനം ഈ രാത്രിയിൽ നമുക്കുണ്ട്. എല്ലാവിധമായ അനുകൂല അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ഗിലെയാദിലെ വൈദ്യൻ്റെ അനുഗ്രഹീതമായ ശ്രേഷ്ഠതയെക്കുറിച്ച് കേൾക്കുവാൻ കാതോർപ്പിച്ച് നിൽക്കുന്ന ജനവും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഇവിടെ പ്രവാചകൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ: 1, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? 2, അവിടെ വൈദ്യനില്ലയോ? 3, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? ഒന്നാമത്തെ ചോദ്യം, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? ഗിലെയാദിലെ സുഗന്ധ തൈലത്തെ സംബന്ധിച്ച് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1ലധികം പ്രാവശ്യം ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. പ്രവാചകനായ യെരമ്യാവ് പ്രവചിക്കുന്ന ആ കാലഘട്ടത്തിൽ ഗിലെയാദിലെ സുഗന്ധ തൈലം വളരെ പ്രചാരം നേടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജാതികൾ അവരുടെ ശാരീരിക രോഗത്തിൻ്റെ ശമനത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ഗിലെയാദിലെ സുഗന്ധ തൈലത്തെ സംബന്ധിച്ച് വേദപഠിതാക്കളുടെ മധ്യേ 2 വിധ അഭിപ്രായങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത്, ഗിലെയാദിലെ പർവ്വത നിരകളിൽ വളർന്നു നിന്ന ഒരു പ്രത്യേകതരം ഔഷധ ചെടിയുടെ നീര് രൂപപ്പെടുത്തിയതാണ് ഗിലെയാദിലെ സുഗന്ധ തൈലം എന്ന് പറയുന്നു. മറ്റൊന്ന്, ഗിലെയാദ് പർവ്വതങ്ങളിൽ വളർന്നു നിന്ന ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ കറ രൂപപ്പെടുത്തിയെടുത്തതാണ് ഗിലെയാദിലെ സുഗന്ധ തൈലം എന്നും അഭിപ്രായമുണ്ട്. ഞാൻ ആദ്യത്തെ അഭിപ്രായത്തോട് വളരെ യോജിക്കുകയാണ്. ഗിലെയാദിലെ പർവ്വത നിരകളിൽ വളർന്നു നിന്ന ഒരു പ്രത്യേകതരം ഔഷധ ചെടിയുടെ നീര് പ്രത്യേക വിധത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു നല്ല തൈലമാണ് ഗിലെയാദിലെ സുഗന്ധ തൈലം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ അന്നത്തെ ജാതികൾ അവരുടെ ശാരീരിക രോഗത്തിൻ്റെ ശമനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തൈലമാണ്. ഈ തൈലത്തെയും ഈ തൈലത്തിലൂടെ ജനത്തെ ചികിത്സിക്കുന്ന ഗിലെയാദിലെ വൈദ്യനിലൂടെയും പ്രവാചകനായ യെരമ്യാവ് ഒരു വ്യക്തമായ സത്യം ഇസ്രായേൽ ജനത്തെ ഓർപ്പിക്കുകയാണ്. ഈ ചോദ്യത്തിൻ്റെ ഒടുവിലത്തെ ചോദ്യം, എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവിന് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? ഗിലെയാദിൽ സുഗന്ധ തൈലമുണ്ടായിരിക്കെ, ചികിത്സിക്കുവാൻ ഗിലെയാദിൽ വൈദ്യനുണ്ടായിരിക്കെ, പ്രവാചകൻ ചോദിക്കുന്നു, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ രോഗം എന്താണ്? ഈ രോഗം മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള 22-ാം വാക്യത്തിനു തൊട്ടു മുൻപിലുള്ള 21-ാം വാക്യം നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു.
ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ രോഗം എന്താണെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. മുറിവാണ്. ഈ മുറിവെന്ന് പറയുന്നത് ശാരീരികമായിരിക്കുന്ന മുറിവല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവനും ശാരീരിക മുറിവുകൾക്ക് വിധേയരാകുകയില്ലല്ലോ. എന്നാൽ ഇസ്രായേൽ ജനം മുഴുവനും ഒരു മുറിവിന് വിധേയരായിരിക്കുകയാണ്. ഈ മുറിവ് മറ്റൊന്നുമല്ല, പാപത്തിന്റെ മുറിവുകളാണ്. പാപത്തിന്റെ ആഴമുള്ള ആക്കമുള്ള മുറിവുകൾക്ക് വിധേയരായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ കണ്ടിട്ടാണ് പ്രവാചകൻ പറയുന്നു, എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. തുടർന്നാണ് ചോദിക്കുന്നത്, ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? ഇവിടെ ന്യായമായൊരു ചോദ്യം ചോദിക്കാം. ഗിലെയാദിലെ സുഗന്ധ തൈലം പ്രചാരം ശ്രദ്ധിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജാതികൾ അവരുടെ ശാരീരിക രോഗത്തിന്റെ ശമനത്തിനു വേണ്ടിയാണല്ലോ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ആ തൈലം എങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ മുറിവുകൾക്ക് ശമനം കൊടുക്കും എന്ന് ഞാൻ അതിന് മറുപടി ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ. ഗിലെയാദിലെ സുഗന്ധ തൈലത്തിന് ഇസ്രായേൽ ജനത്തിന്റെ പാപരോഗത്തിന് ശമനം കൊടുക്കുവാൻ ഒരു കാലത്തും സാധ്യമല്ല. എന്നാൽ പ്രവാചകൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഗിലെയാദിലെ സുഗന്ധ തൈലത്തിലൂടെയും ഗിലെയാദിലെ വൈദ്യനിലൂടെയും ഇസ്രായേൽ ജനത്തെ ചികിത്സിച്ചു ഭേദമാക്കുവാൻ കഴിയുന്ന ദൈവത്തെയും ദൈവത്തിന്റെ ചികിത്സാ വിധിയെയുമാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിയിൽ പ്രവാചകൻ പറയുന്നതിന്റെ സാരാംശം ഇതാണ്. സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടായിരിക്കെ ആ ദൈവത്തിന്റെ പക്കൽ ചികിത്സിച്ചു ഭേദമാക്കാനുള്ള ചികിത്സാ വിധി ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന്റെ മുറിവുകൾക്ക് ശമനം വരാതിരിക്കുന്നു എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല ലോകത്തിലെ സമസ്ത മാനവരാശിയും പാപത്തിന്റെ മുറിവുകൾക്ക് വിധേയരാണ്. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, മനുഷ്യൻ അനുഭവിക്കുന്ന സകല അനിശ്ചിതത്വത്തിന്റെയും അരാജകത്വത്തിന്റെയും കാരണം, അവന്റെ ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്ന ശൂന്യതയുടെ കാരണം, അവന്റെ ജീവിതത്തിന്റെ അസമാധാനത്തിന്റെ കാരണം, മനുഷ്യന്റെ മരണത്തിന്റെ കാരണം, ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ പാപമാണ്, പാപത്തിന്റെ മുറിവുകളാണ്. ഇസ്രായേൽ ജനം മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യവർഗവും പാപത്തിന്റെ മുറിവുകൾക്ക് വിധേയരാണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങളിൽ ആവർത്തിച്ച് പ്രസ്താവിക്കുന്ന അനുഗ്രഹീതമായ ഒരു വാക്യമാണ്. പരിശുദ്ധനായ ദൈവം അവിടുത്തെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണത്. എന്ത്? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലിയോടും ഇതിന്റെ പരിസരങ്ങളിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും വളരെ വ്യക്തമായി ഞങ്ങൾ പ്രസ്താവിക്കട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ പാപത്തിന്റെ മുറിവുകളാണ്.